ഇന്ന് അർബുദ രോഗ പ്രതിരോധ ദിനമാണ്. അപ്പോൾ ഈ ദിവസം നമ്മൾക്കൊരു പ്രത്യേക അതിഥിയുണ്ട് അല്ലേ? അതിഥി ആരാണെന്ന് സർപ്രൈസ് തന്നെ വെക്കാം. അതിഥി എത്തും വരെ സർപ്രൈസിൽ തന്നെ വെക്കാം. എത്തിയിട്ടുണ്ട്. ഒരു ജനലകലെ. അപ്പോൾ നമുക്ക് പോകാം സെഗ്മെന്റിലേക്ക്. മുഖാമുഖം ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് നമ്മളോടൊപ്പം തത്സമയം ചേരുന്നത്. നമുക്കറിയാം ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം. അതുകൊണ്ട് തന്നെ നമുക്ക് മിനിസ്റ്ററോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാം. മിനിസ്റ്റർ, ഗുഡ് ഈവനിങ്. വളരെ സന്തോഷം സർക്കാർ ഇത്തരത്തിലൊരു പരിപാടി, ആരോഗ്യം ആനന്ദം അർബുദത്തെ അകറ്റാം. അപ്പോൾ അതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ ശൈലി ആപ്പ് വഴി ഒരു പ്രാഥമിക പരിശോധന നടത്തിയതിൽ 9 ലക്ഷം പേരിൽ ക്യാൻസർ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്ന 1.5 ലക്ഷം പേരാണ് പിന്നെ തുടർ പരിശോധനയ്ക്ക് പോയതെന്ന്. അപ്പോൾ എത്രത്തോളം ഇപ്പോഴും നമ്മൾ അതിനെ അവഗണിക്കുന്നു എന്നതിനൊരു ഉദാഹരണമല്ലേ? അപ്പോൾ സർക്കാരിൻ്റെ ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് എല്ലാവരുടെയും അറിവിലേക്ക് വേണ്ടി ഒന്ന് പറയുമോ? ഗുഡ് ഈവനിങ് എല്ലാവർക്കും. നമസ്കാരം. വളരെ സന്തോഷം ഈ ഒരു സമയം 24 നിങ്ങൾക്കൊപ്പം ചേരാൻ കഴിഞ്ഞതിൽ. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻ്റർവെൻഷൻ ഇടപെടലാണ് നമ്മൾ നടത്തുന്നത്. നമുക്കറിയാം കേരളം ആരോഗ്യ സാക്ഷരതയിൽ ഏറ്റവും മുന്നിലാണ്. ഏറ്റവും മികച്ച സുസ്ഥിര വികസന സൂചികൾ നമുക്കുണ്ട്. പക്ഷേ നമ്മുടെ ഇടയിൽ ജീവിതശൈലി രോഗങ്ങൾ വലിയ തോതിൽ വർദ്ധിക്കുന്നു. അതിൽ തന്നെ ക്യാൻസർ രോഗികളുടെ എണ്ണം ഓരോ വർഷം ചെല്ലും തോറും കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ നമ്മൾ കഴിഞ്ഞ 2 വർഷമായിട്ട് പോപ്പുലേഷൻ സ്ക്രീനിങ് നടത്തുന്നുണ്ട്. അപ്പോൾ വീടാനന്തരം 30 വയസ്സിന് മുകളിലുള്ള ആളുകളെ പോയി നമ്മുടെ ആശാപ്രവർത്തകർ, ട്രെയിൻഡ് ആയിട്ടുള്ള ഹെൽത്ത് വർക്കേഴ്സ് സ്ക്രീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നടത്തിയ സ്ക്രീനിങ്ങിലാണ് 9 ലക്ഷം ആളുകൾക്ക് ക്യാൻസർ സസ്പെക്റ്റ് ചെയ്തു. അതായത് ഒന്നുകിൽ തടിപ്പുകൾ, അല്ലെങ്കിൽ വായിൽ ഓറൽ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും, അങ്ങനെ വിവിധ തരം ക്യാൻസറുകളുമായിട്ട് ബന്ധപ്പെട്ട് 9 ലക്ഷം ആളുകൾക്ക് അത് സസ്പെക്റ്റ് ചെയ്തു. അപ്പോൾ അത് പ്രാഥമികമായിട്ടുള്ളൊരു നിരീക്ഷണമാണ്. അവർ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തി പരിശോധനയ്ക്ക് വിധേയമാകണം. പക്ഷേ ഈ 9 ലക്ഷം ആളുകളിൽ 1.5 ലക്ഷം ആളുകൾ മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനയ്ക്ക് ആശുപത്രികളിൽ എത്തിയിട്ടുള്ളൂ. ബാക്കി 7.5 ലക്ഷം ആളുകൾ എത്തിയിട്ടില്ല. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇടപെടേണ്ടതിൻ്റെ ഒരു അനിവാര്യമായിട്ടുള്ള സാഹചര്യം സർക്കാരിൻ്റെ മുന്നിൽ ഉള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ RCC, MCC, മെഡിക്കൽ കോളേജിലൊക്കെ തന്നെ ഡേറ്റ കണ്ടാലും 3ാമത്തെയും 4ാമത്തെയും ഫേസിലാണ് ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അപ്പോഴാണ് തിരിച്ചറിഞ്ഞിട്ട് ആളുകൾ വരുന്നത്. അപ്പോഴേക്കും രോഗം സങ്കീർണമാകും, ചികിത്സ സങ്കീർണമാകും. ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് പുറത്തുള്ളവരാണെങ്കിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും. പിന്നെ വ്യക്തി എന്നുള്ള നിലയിലും ആ വ്യക്തിക്ക് ചുറ്റുമുള്ള ആളുകൾക്കും എല്ലാം തന്നെ വലിയ ഒരു പ്രശ്നങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ, അതായത് ആരോഗ്യം ആനന്ദമാണ്. നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ എന്തുണ്ടെങ്കിലും മറ്റൊരു പ്രയോജനവുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യത്തിലൂടെ ആനന്ദം, അകറ്റാം അർബുദം, ഭീതി അകറ്റുക എന്നുള്ളതാണ്. ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. നമുക്ക് പരിശോധിക്കാം. ഒരു ബിഹേവിയറൽ ചേഞ്ചാണ് നമ്മൾ ലക്ഷ്യം. ആ ബിഹേവിയറൽ ചേഞ്ച് എന്ന് വെച്ചാൽ കൃത്യമായ ഇടവേളകളിൽ നമ്മളെല്ലാവരും സ്ക്രീനിങ്ങിന് വിധേയമാകുക എന്നുള്ളതാണ്. ക്യാൻസർ ഇല്ല എന്നുള്ളത് ഉറപ്പാക്കുകയാണ്. ഇനി ഉണ്ടെങ്കിൽ ഒരു ഭയവും വേണ്ട, പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും. ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനാണ്. അതിൻ്റെ ആദ്യ മാസം സ്ത്രീകൾക്കായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. മിനിസ്റ്റർ, നമ്മൾ ഈ വിമൻസ് ഈവനിംഗ് എന്നാണ് ഈ പരിപാടിയുടെ പേര് തന്നെ. നമ്മൾ 4 വനിതാ അവതാരകർ നിന്നിട്ടാണ് ഈ പരിപാടി അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ വനിതകളുടെ കാര്യത്തിൽ പലപ്പോഴും പറയാറ്, നമ്മൾ എന്ത് അസുഖം വന്നാലും കുടുംബത്തിലെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ആരോഗ്യവും നമ്മുടെ പരിരക്ഷയൊക്കെ നമ്മൾ മാറ്റിവെച്ചുകൊണ്ടേയിരിക്കും. ക്യാൻസറിൻ്റെ കാര്യത്തിലും അത് അങ്ങനെ തന്നെയാണ്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? 100% ശരിയായിട്ടുള്ളൊരു കാര്യമാണിത്. ഇപ്പം എനിക്ക് സ്ക്രീൻ കാണത്തില്ല, നിങ്ങൾ 4 പേരുണ്ടെന്നാണ് എനിക്ക് ശബ്ദം, നിങ്ങളുടെയൊക്കെ ഫെമിലിയറാണ്. അപ്പോൾ 4 പേരുണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾ 4 പേരോടും ചോദിച്ചാലും, നിങ്ങൾ 4 പേർ എത്ര പേർ സ്ക്രീൻ ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ ചോദിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ പ്രസ് മീറ്റ് നടത്തിയപ്പോൾ നമ്മുടെ മാധ്യമപ്രവർത്തകരോട് ഇക്കാര്യം പറഞ്ഞു. നിങ്ങളിൽ എത്ര പേർ വർഷത്തിൽ ഒരിക്കലെങ്കിലും ആരോഗ്യ പരിശോധന നടത്തുന്നുണ്ട്? നമ്മൾ ഡോക്ടേഴ്സിൻ്റെ ചർച്ചയ്ക്കിടയിൽ അവർ പറയും, ഞങ്ങളാണ് ഏറ്റവും മോശം പേഷ്യൻസ്, അല്ലെങ്കിൽ ഞങ്ങൾ സ്ക്രീൻ ചെയ്യത്തില്ല. അപ്പോൾ ഇത് എല്ലായിടത്തും ഉള്ളതാണ്. ഈ പ്രത്യേകിച്ച് ചോദിച്ച ചോദ്യം സ്ത്രീകളെ സംബന്ധിച്ചോ പലപ്പോഴും നമുക്ക് ഇങ്ങനെ വളരെ വളരെ വിഷമം ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. ഞാൻ പല ഗ്രൂപ്പുകളിലും, പ്രത്യേകിച്ച് ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, എവിടെയാണ് നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ സ്ഥാനം? വീട്, കുടുംബം, മക്കൾ, ജോലി, അല്ലെങ്കിൽ മക്കളുടെ പഠനം, അവരുടെ വിവാഹം, ഇങ്ങനെയുള്ള ഒരു ലിസ്റ്റ് എടുത്താൽ ഇതിലെവിടെയാണ് നിങ്ങളുടെ സ്വന്തം ആരോഗ്യത്തിൻ്റെ സ്ഥാനം? അവരെന്നോട് പറഞ്ഞ ഉത്തരം ഞാൻ പ്രതീക്ഷിച്ചതാണ്. ആ ഉത്തരം, ഈ ലിസ്റ്റിൽ ആരോഗ്യത്തിന് സ്ഥാനമില്ല എന്നുള്ളതായിരുന്നു. അത് വളരെ ഇമോഷണലി നമുക്ക്
അവർ നമുക്കവരെ ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു കാര്യമാണത്. അപ്പോൾ അതുകൊണ്ട് ഇത് പുരുഷനും സ്ത്രീക്കുമുണ്ട്, പക്ഷേ സ്ത്രീക്കൊരു കുറച്ച് കൂടുതലാണ് അത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പുരുഷന്മാരും ഉണ്ട്. കാരണം ഈ ജീവിതത്തിൻ്റെ ഓട്ടത്തിനിടയിൽ മറന്നു പോകുന്നവർ, മുൻഗണനകൾ മാറ്റി നിശ്ചയിക്കുന്നു. പക്ഷേ അതിൽ സ്ത്രീകൾ, നമ്മൾ ജെൻഡർ വൈസ് ചിന്തിച്ചാൽ സ്ത്രീകളുടെ എണ്ണം വളരെ കൂടുതലാണ്. പലപ്പോഴും സ്ത്രീകൾ പറയും, ഒന്ന് അസുഖമായി വേദനിച്ച അമ്മയോ അല്ലെങ്കിൽ വീട്ടിലൊരു വനിതയോ ഒരു അസുഖമായിട്ടിരിക്കുന്നത് കാണാൻ ആർക്കും ഇഷ്ടമില്ല. എന്ത് പറ്റിയതെന്ന് ചോദിക്കാൻ പോലും ചിലപ്പോൾ ആരും ഉണ്ടാവില്ല. അപ്പോൾ അവിടെയാണ് ഈ ഒരു വർഷം നമ്മൾ ഒരു വർഷത്തെ ഈ പ്രോഗ്രാമിൽ ആദ്യത്തെ ഒരു മാസം സ്ത്രീകൾക്കായി സമർപ്പിക്കാൻ കേരളത്തിൽ 30 വയസ്സ് മുകളിലുള്ള മുഴുവൻ സ്ത്രീകൾക്കും. അതിനുശേഷം ഇതിനോടൊപ്പം നമ്മൾ പുരുഷന്മാരും ട്രാൻസ് കമ്മ്യൂണിറ്റി ഉള്ളവരും എല്ലാവരും 30 വയസ്സിന് മുകളിലുള്ള എല്ലാവരും സ്ട്രീം ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ ഒരു ഡെഡിക്കേറ്റഡ് ഫോക്കസിൽ നമ്മൾ ഈ ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ 24 ന്യൂസിൻ്റെ പ്രത്യേകിച്ച് നിങ്ങൾ വനിതാ മാധ്യമ പ്രവർത്തകരുടെ ഒരു ലീഡർഷിപ്പും എല്ലാം അതിൽ നൽകുന്നതിൽ സന്തോഷം തുടർന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കും. സന്തോഷം. മിനിസ്റ്റർ തിരക്കിലാണെന്നറിയാം. താങ്ക് യു സോ മച്ച്. സർക്കാരിന്റെ ഈ ഒരു പദ്ധതിക്ക് അഭിനന്ദനങ്ങൾ. ഈ ദിവസം നമ്മൾ ഇത് മിനിസ്റ്ററിനെ തന്നെ നമ്മൾ ഗസ്റ്റായി വിളിച്ചത് എല്ലാവരും ഈ പദ്ധതിയെക്കുറിച്ച് അറിയണം. പലപ്പോഴും നമ്മൾ സർക്കാരിനെ കുറ്റം പറയാറുണ്ട്, പക്ഷേ ഇത്തരത്തിലുള്ള നല്ല പദ്ധതികളുണ്ട്, അത് നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ നമുക്കൊരു തീരുമാനം എടുക്കാം അല്ലേ? ആരോഗ്യ സംരക്ഷണം അല്ലേ? അത് നിങ്ങൾ കുട്ടികൾ തന്നെ തുടങ്ങി വെക്കണം. കാരണം എനിക്ക് എപ്പോഴും ഞാനിത് കോട്ട് ചെയ്യാറുണ്ട്. ഡോക്ടർ ഗംഗാധരൻ ഒരിക്കൽ ഈ ഡോക്ടർ ലൈവ് എന്ന് പറഞ്ഞ പരിപാടി കുറേ ചെയ്തിരുന്നു. ഞാനപ്പോൾ ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം, ഒരമ്മ വന്നു, ആ അമ്മയ്ക്ക് എന്തോ 60 വയസ്സ് കഴിഞ്ഞു. ആ അമ്മ പറഞ്ഞത് നേരത്തെ ഇത് അറിഞ്ഞത് ഒരുപാട് സ്റ്റേജ് 4ാം ഘട്ടത്തിലേക്കൊക്കെ എത്തി. എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോൾ ഓരോന്നായിട്ട് മക്കളുടെ പഠിത്തം കഴിയട്ടെ, മകളുടെ വിവാഹം കഴിയട്ടെ, അത് കഴിഞ്ഞപ്പോൾ മകളുടെ ബന്ധുക്കൾ അറിഞ്ഞാൽ എന്ത് വിചാരിക്കും, അങ്ങനെ നീട്ടി കൊണ്ടുപോയി. പിന്നെ അപ്പോഴേക്കും ഭർത്താവിന് എന്തൊക്കെയോ ചെറിയ നിസ്സാര ആരോഗ്യ പ്രശ്നങ്ങൾ, അദ്ദേഹത്തെ നോക്കി. അങ്ങനെ വൈകിപ്പോയിട്ട് അവസാനം ഇവരെ നോക്കാൻ ആളില്ലാത്ത ഒരവസ്ഥ എത്തി. അവരുടെ നിസ്സഹായത, അത് ഡോക്ടർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണത്. അത് തന്നെയാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മൾ സ്ത്രീകൾക്കൊന്നും അത്തരത്തിലൊരു അവസ്ഥ വരാതിരിക്കണമെങ്കിൽ നമ്മൾ സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, നമ്മുടെ ആരോഗ്യം അതെങ്കിലും നമ്മൾ കൃത്യമായി സംരക്ഷിക്കണം. ഈ അർബുദ പ്രതിരോധ ദിനത്തിൽ അങ്ങനെയൊരു തുടക്കമിടാം നമുക്കല്ല, അങ്ങനെ ഒരു പ്രതിജ്ഞ ചെയ്യാം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ മാത്രമല്ല, എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ ഒരു സ്ത്രീ, ഒരമ്മ, ഒരു സഹോദരി, ഒരു മകൾ, ഒരു സുഹൃത്ത്, ഒക്കെ സ്ത്രീയാണ് അല്ലേ? അപ്പോൾ അവരെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യും എന്ന് പുരുഷന്മാരും തീരുമാനം എടുക്കണം. അതിലാണ് ഇപ്പോൾ മന്ത്രി പറയുന്നതിന് ഏറ്റവും പ്രാധാന്യം. ഈ പദ്ധതിയിലൂടെ അത് തന്നെയാണല്ലോ ഉദ്ദേശിക്കുന്നതും. എത്രയും പെട്ടെന്ന് ഇത് കണ്ടെത്തി ഒരു ഏർലി ഡിറ്റക്ഷൻ അത് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് അതിന് ചികിത്സ നൽകി ആ അസുഖം അങ്ങോട്ട് മാറ്റുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വൈകിക്കരുത്. എല്ലാവരും ഇപ്പോൾ തന്നെ, ഇപ്പോൾ വീട്ടിൽ സ്മിത ചേച്ചി പറഞ്ഞ പോലെ പുരുഷന്മാരുണ്ടെങ്കിൽ അവരൊരു ഇനീഷ്യേറ്റീവ് എടുത്ത് ഈ ഏർലി ഡിറ്റക്ഷൻ നടത്തി എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് ചികിത്സിച്ച് എത്രയും പെട്ടെന്ന് ഭേദമാക്കാൻ അതിനൊരു ഇനീഷ്യേറ്റീവ് എടുക്കുക. അതാണ് ചോദ്യം ശ്രീനിധയോടും കൂടെ. കാരണം ശ്രീനിധയെ കുറിച്ചിട്ട് ഇപ്പൊ നേരത്തെ ക്രിസ്റ്റീന പറഞ്ഞല്ലോ, ശ്രീനിധയ്ക്ക് അങ്ങനെ തോന്നുമ്പോ ഈ ഒരു പോസിറ്റീവ് എനർജി ചേച്ചിക്ക് കൊടുക്കണം എന്ന് തോന്നാനുള്ള ഒരു കാരണം എന്താണ്? വളരെ പെട്ടെന്ന് പരിചയം കൊണ്ടല്ല കേട്ടോ. നമുക്ക് പരിചയം ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും ചേച്ചി തന്നെ പറഞ്ഞല്ലോ, ചേച്ചി ഇരുന്ന് കരയാണ്, ഒരാളിരുന്ന് കരയുന്നു. ഒപ്പം തന്നെ ഇങ്ങനെ ഒരു അസുഖത്തെ എൻ്റെ കുടുംബത്തിലും ഇതുപോലെ ക്യാൻസർ ഉണ്ടായിരുന്നു, അമ്മായിക്കായിരുന്നു, അതിജീവിച്ചു. ഇപ്പം ഭയങ്കര അടിപൊളിയായിട്ട് നടക്കുന്നത്. അപ്പം നമുക്ക് ഈ അസുഖത്തെ പരിചയമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടെ പാമ്പർ ചെയ്യാനും അല്ലെങ്കിൽ ഒന്ന് ഓക്കെ ആക്കി എടുക്കാൻ എനിക്ക് വാക്കുകൾ ഉണ്ടായിരുന്നു. എനിക്ക് വിഷമമായി ചേച്ചി കരയുന്നത് കണ്ടപ്പോൾ. പക്ഷെ ഞാനിങ്ങനെ കരയരുത്, ഞാനും കൂടെ കരഞ്ഞു തീർന്നല്ലോ. ഒരു ദിവസം എൻ്റെ കൂടെ കരഞ്ഞു കേട്ടോ. അത് തന്നെയാണ് നമ്മൾക്ക് വേണ്ടത് അല്ലെ? കരുണയും സ്നേഹവും ഒക്കെ വേണം, സപ്പോർട്ടും. അതുപോലെ നോ ക്യാൻസർ അല്ലെങ്കിൽ നോ യുവർ ഡിസീസ് എന്നുള്ളതാണ്, പരിചയപ്പെടുക എന്നുള്ളത് പ്രധാന കാര്യമാണ്.